കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായു എർത്ത് സെന്റർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിനു പിന്നിലെ ഐതിഹ്യവും നിർമ്മാണ വൈദഗ്ധ്യവും അത്ഭുതകരമാണ്. രാമായണത്തിലെ ഹൃദയസ്പർശിയായ ഒരു കഥയുമായാണ് ഈ സ്ഥലം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ലങ്കാധിപതിയായ രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പകവിമാനത്തിൽ പോകുമ്പോൾ സീതയെ രക്ഷിക്കാൻ ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ രാവണനോട് ധീരമായി പോരാടി. ആ പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ഈ കേന്ദ്രം. രാവണന്റെ ചന്ദ്രഹാസമെന്ന വാളിനാൽ ജടായുവിന്റെ ചിറകുകൾ അരിയപ്പെട്ടു. മുറിവേറ്റ പക്ഷി വീണത് ചടയമംഗലത്തെ ഈ വലിയ പാറപ്പുറത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജടായുമംഗലം എന്ന പേര് ലോപിച്ചാണ് പിൽക്കാലത്ത് ഈ സ്ഥലം ചടയമംഗലം എന്നറിയപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഈ കൂറ്റൻ പാറ സ്ഥിതി ചെയ്യുന്നത്. പാറയുടെ മുകളിൽ ഇന്നും വറ്റാത്ത ഒരു ചെറിയ ജലാശയമുണ്ട്. രാവണനുമായുള്ള പോരാട്ടത്തിനു ശേഷം ശ്രീരാമനെ കാണുന്നതുവരെ ജീവൻ നിലനിർത്താൻ ജടായു കൊക്കുകൊണ്ട് പാറയിൽ കൊത്തിയുണ്ടാക്കിയതാണ് ഈ തീർത്ഥമെന്നാണ് വിശ്വാസം. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലിന്റെ 10 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഈ ശില്പം. പ്രകൃതിക്ക് കോട്ടം തട്ടാതെ പാറയുടെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ അത്ഭുതം സൃഷ്ടിച്ചത്. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമുള്ള ഈ ശില്പം ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചിട്ടുണ്ട്. വീണുകിടക്കുന്ന ഒരു പക്ഷിയുടെ രൂപം അത്രമേൽ കൃത്യതയോടെയാണ് കോൺക്രീറ്റിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ജടായുവിന്റെ പോരാട്ടം വെറുമൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ഒരു സ്ത്രീയുടെ മാനം കാക്കാനുള്ള ശ്രമമായിരുന്നു. അതിനാൽ തന്നെ ജടായു എർത്ത് സെന്റർ സ്ത്രീ സുരക്ഷയുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. കേവലം കാഴ്ചകൾക്കപ്പുറം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി നിരവധി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. റോക്ക് ക്ലൈംബിംഗ്, സിപ്പ് ലൈൻ, ട്രെക്കിംഗ് തുടങ്ങി 50ഓളം ആക്ടിവിറ്റികൾ ഉൾപ്പെടുന്ന ഒരു അഡ്വഞ്ചർ പാർക്കും ഇതിന്റെ ഭാഗമാണ്. പാറയുടെ മുകളിലേക്കെത്താൻ ആധുനിക രീതിയിലുള്ള കേബിൾ കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെയുള്ള യാത്ര ചടയമംഗലത്തിന്റെ പച്ചപ്പും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ സഞ്ചാരികളെ സഹായിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സാങ്കേതികവിദ്യയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ശില്പത്തിന്റെ ഉള്ളിലായി ഒരു മ്യൂസിയവും 6D തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. രാമായണത്തിലെ ജടായുവിന്റെ കഥയും ശില്പത്തിന്റെ നിർമ്മാണ രീതികളും സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിയും കലയും സാങ്കേതികവിദ്യയും ഇവിടെ ഒത്തുചേരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ടൂറിസത്തിന് ഉത്തമ ഉദാഹരണമാണ് ജടായു എർത്ത് സെന്റർ. മഴവെള്ള സംഭരണവും സൗരോർജ്ജവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന് അഭിമാനകരമായൊരടയാളമാണ് ഈ മഹാശില്പം.